ഹായ് കൂട്ടുകാരെ, ഇത് കോഴിപ്പൂ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. കണ്ടോ, ഇതൊരു വലിയൊരു പൂവാണ്. ഈ പൂ ആദ്യം ഇതുപോലെയാണ് വളരുന്നത്. അത് കഴിഞ്ഞിട്ട് വളർന്നാണ് ഇങ്ങനെ വലിയ പൂവായി മാറുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാം. ഇത് ചെറിയ പൂക്കൾ ഇതാ കുറച്ച് നിൽക്കുന്നത്. ഇതാ വലുതായത്, ഈ പൂ വലുതായിട്ടുണ്ട്. ഇത് വലുതായിട്ടുണ്ട്. 2 പൂക്കൾ മാത്രമാണ് ഈ ചെടിയിൽ വലുതായത്. ഇത് കുറച്ചുകൂടെ വളർന്നു വരുന്നുണ്ട്. നല്ല സൂപ്പർ ചെടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വളർച്ച എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ വളർന്നത്. ഇത് കണ്ട ഒരു വെൽവെറ്റ് ചെടി പോലെയാണ് നിൽക്കുന്നത്. എന്ത് ഭംഗിയാണ്, സൂപ്പറാണ്. ഇതിലൊക്കെ നിറച്ചതാ ചെടികൾ, നിറച്ചതാ. ഇതെല്ലാം ചെറിയ പൂ. ഇതെല്ലാം ഇനി വളർന്ന് ഈ പൂ വളർന്ന് നിൽക്കുമ്പോൾ ഇതേപോലെ വലുതായിട്ട് വരും. എന്ത് ഭംഗിയായിട്ട് നിൽക്കുകയാണ്. സൂപ്പർ ചെടിയാണ്. എന്ത് ഭംഗി കാണാൻ. ഇതൊന്നും ഇപ്പം കാണാനില്ലാത്ത ചെടികളാണ്. നല്ല ഭംഗിയായിട്ട് ഇതിൽ നിറച്ച് മുട്ടുകൾ വരികയാണ്. ഇനിയും നിറച്ച് വരും. ഇതെല്ലാ കൊമ്പുകളിലും പൂക്കൾ നിൽക്കുകയാണ്. ഇതെല്ലാം വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും. ഇത് ഇത്രയും ഒരു ചെടിയാണ്, കണ്ടോ. ആ ചെടിയിലുള്ള പൂവാണ് ഇത് ഇത്രയും ഒരു ചെടിയാണ്. വലുതായിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും മുട്ടുകൾ നിൽക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ്. എന്തോ ഒരു ഭംഗിയുള്ളൊരു ചെടി. ഇത് പെട്ടെന്ന് വാടയില്ല, എന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല വെൽവെറ്റ് പോലെ നിൽക്കുന്നുണ്ട്. വെൽവെറ്റ് ചെടി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കോഴിച്ചെടി എന്നാണ് എല്ലാവരും പറയുന്നത്. കോഴിച്ചെടി എന്നുള്ള പേരായാലും വെൽവെറ്റ് ചെടി എന്നുള്ള പേരായാലും ഇതിന് ചേരുന്ന 2 പേരുകളാണ്. എന്ത് ഭംഗിയായിട്ട് നിൽക്കുകയാണ്. എത്ര ഭംഗിയുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് പൂത്തൊളിഞ്ഞ് നിൽക്കുകയാണ്. അതായത് വലിയ പൂവായിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും വളർന്ന് വലുതാകും. സൂപ്പറായിട്ട് നിൽക്കുകയാണ്. എന്തോ ഒരു ഭംഗിയുള്ള പൂക്കളാണ്. കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ ആകാശമുല്ല എന്ന് പറയുന്ന ചെടിയും കൂടെ നിൽക്കുന്നുണ്ട്. അതിൽ മുട്ട് നിൽക്കുകയാണ്. ഈ പൂവിലാണ് ഇതൊരു പൂവാണ്. അതിൻ്റെ ആ തണ്ടിൽ കൂടെ തന്നെ ചെറിയ ചെറിയ പൂക്കൾ വരുന്നുണ്ട്.